ഇറ്റലിയിലെ ഏറ്റവും മോശപ്പെട്ട നഗരം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് ഈ കാണുന്നതാണ്. നമ്മുടെ നാടുകളിലെ ആളുകൾ ടൂറിസ്റ്റുകൾ വന്നിട്ട് നമ്മുടെ നാടുകളിലെ ക്ലീനില്ല നീറ്റില്ല എന്ന് പറഞ്ഞ് കുറ്റം പറയുന്ന ഇറ്റലിക്കാരൊക്കെ ഉണ്ടല്ലോ. അവിടുത്തെ ഒരു പട്ടണമാണിത്. ഇറ്റലിയിലെ കാറ്റാനിയ എന്ന് പറയുന്നൊരു സ്ഥലമാണ്. അവിടുത്തെ ബിൽഡിങ്ങുകളും വൃത്തിയില്ലായ്മയും ഒക്കെ കണ്ടു തന്നെ മനസ്സിലാക്കണം. ഒരുപാട് സിറ്റികളിൽ പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു സിറ്റി ഇത്ര വൃത്തിയുടെ കിടക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. പക്ഷേ ഇതിങ്ങനെ വൃത്തിയുടെ കിടക്കാനും ഒരു കാരണമുണ്ട് കേട്ടോ. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇവിടെ ഒരു ആക്റ്റീവ് വോൾക്കാനോയുണ്ട്, എറ്റ്ന എന്ന് പറയുന്നൊരു വോൾക്കാന. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇറക്ഷനാക്കി. അപ്പം അതിലെ പൊടിപടലങ്ങളെല്ലാം ഈ ബിൽഡിങ്ങുകളെല്ലാം വന്നിരുന്ന് ഒരു പക്ഷേ ഇവർ നന്നാക്കി മടുത്തുകൊണ്ടായിരിക്കാം എല്ലാവരും ഇട്ടേച്ച് പോയിട്ടുണ്ട് കേട്ടോ. കുറച്ച് വണ്ടികൾ മാത്രമേ കാണാനുള്ളൂ. ആളുകളൊന്നും അത് ഇവിടെ താമസിക്കുന്നില്ല കേട്ടോ. ഒരുപാട് എല്ലാവരും ഈ മിക്കവാറും ആ വോൾക്കാനോയുടെ ജക്ഷൻ കാരണമായിരിക്കാം ഇവിടുന്ന് നാടുവിട്ട് പോയിട്ടുണ്ടാവുക. അവരെല്ലാം മറ്റ് നഗരങ്ങളിലേക്ക് പോയിട്ടുണ്ടാകും കേട്ടോ. പഴയ ബിൽഡിങ്ങുകളും പഴയ കെട്ടിടങ്ങളൊക്കെയാണ്. എല്ലാം ഓൾമോസ്റ്റ് നാശമായി ഈ കിടക്കുകയാണ് കേട്ടോ. ഇത് അവിടുത്തെ ഒരു പുഴക്കിണറിൽ നിന്നിരുന്ന പൈപ്പാണ് കേട്ടോ. ആളുകൾക്ക് വെള്ളം കുടിക്കാനൊക്കെ ചെയ്തേക്കുന്നതാണ്. ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ വളരെ മോശപ്പെട്ട ഒരു സിറ്റിയാണ് കേട്ടോ. അപ്പോൾ മോശപ്പെടാനുള്ള കാരണം ഇത് തന്നെയാണ്, അവിടുത്തെ ആ വോൾക്കാനോയുടെ പ്രശ്നം കാരണം കേട്ടോ. കഴിഞ്ഞ ആഴ്ച ഞങ്ങളിവിടെ പോയപ്പോഴും ഞങ്ങൾ ചെല്ലുന്നതിന് 2 മണിക്കൂർ മുന്നായിരുന്നു അത് വോൾക്കാനോ ആക്ടിവേറ്റ് ആയത്. ആക്ടിവേറ്റ് ആയി കഴിഞ്ഞ് ഇതിൻ്റെ ചുറ്റുപാടൊന്നും നമുക്ക് തന്നെ കാണാൻ പറ്റില്ല. ഞങ്ങളുടെ ഷിപ്പിൻ്റെ ഉള്ളിലേക്കെല്ലാം പൊടിപടലൊക്കെ വന്ന് കാർബണാണല്ലോ നാശാക്കോശമാക്കട്ടോ. അപ്പം അതുകൊണ്ടായിരിക്കാം. അപ്പം അത് വെച്ച് ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ആ വോൾക്കാനോയുടെ ചെറിയൊരു മിനിയേച്ചർ. എന്തായാലും സിറ്റി പോയി നടന്ന് വളരെ ബുദ്ധിമുട്ടായിപ്പോയി. തിരിച്ചെന്തായാലും ഇങ്ങോട്ടില്ല കേട്ടോ.